ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു ടീച്ചറിന്റെ മറ്റൊരു റെക്കോർഡഡ് സെഷനിലേക്ക് സ്വാഗതം. എന്താ കാര്യം പറയുന്നത്, എടാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ കയ്യിൽ കാരണം അതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. രണ്ട് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക്. ഒന്ന് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്, ഒന്ന് അൺബാലൻസ്ഡ് ആയിട്ടുള്ളതും പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ളതും. അൺബാലൻസ്ഡ് ആയിട്ടുള്ളതും ബാലൻസ്ഡ് ആയിട്ടുള്ളതും അവരെ തമ്മിൽ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ആക്കുക എന്നാണ് ഒരു ചോദ്യം ചെയ്യാൻ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത എക്സാമിന് എന്ത് ടെസ്റ്റ് ആയിക്കോട്ടെ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ തന്ന് അതിനെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കത്തും, പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ബാലൻസിങ് ഇക്വേഷൻ? ചോദ്യത ഇതേപോലെയാണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3? ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ H2+O2 gives H2O സംയുക്തമാണ് അല്ലെ, ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യാൻ നമ്മൾ എടാ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോ. അടിപൊളിയാ. അത് നമ്മൾ ആ ചോദ്യം ചെയ്ത H എന്ന് പറഞ്ഞ ഹൈഡ്രജൻ H2+O2 gives H2O. എടാ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി അറിയോ? ഇവിടെ ഓരോരുത്തരും എത്ര തവണയുണ്ട് പ്രൊഡക്റ്റ് സൈഡ് ഏതാണെന്ന് അറിയാലോ. പ്രൊഡക്റ്റ് സൈഡ് H2O എന്ന് പറഞ്ഞ ഓപ്പറേറ്റ് സൈഡാണ് പ്രൊഡക്റ്റ് സൈഡ്. ആൻഡ് റിയാക്ടിന്റെ സൈഡ് തൊട്ടപ്പുറത്തിൽ രണ്ടാൾക്കാരെ കൂടി ചെയ്യുന്നത്. അതാണ് അവരുടെ ഇത്. റിയാക്ടിന്റെ സൈഡിൽ എത്ര ആൾക്കാരുണ്ട് എഴുതുക, ആൻഡ് പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ആൾക്കാരുണ്ട് എഴുതുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. എങ്ങനെയാണ് റിയാക്ടിന്റെ സൈഡിൽ എത്ര ആൾക്കാരുണ്ട് അത് എഴുതുക. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുതാണ്. സൂപ്പറാണ്. റിയാക്ടിങ് സൈഡിൽ ഇവിടെ ഹൈഡ്രജൻ 2 ആൾക്കാരാണുള്ളത്, ഓക്സിജൻ 2 ആൾക്കാരാണ്. ആൻഡ് പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 2 ആൾക്കാരാണ്, പക്ഷേ ഓക്സിജൻ 1 ആണ്. ഇപ്പൊ ഞാൻ എഴുതിയത് വേറൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി സാധനം ബാലൻസ് ആക്കാം. ഇവിടെ ബാലൻസ് ആക്കുന്നു. നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ റിയാക്ടിന്റെ സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജനും ഓക്സിജനും ഈക്വൽ 2 ആണ്. പക്ഷേ റിയാക്ടിന്റെ സൈഡ് കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഹൈഡ്രജൻ 2 ഓക്സിജൻ 1 അല്ല. എന്താ ചെയ്യാം? എടാ ഈസ് വെരി സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യാൻ അറിയോ? നമുക്കൊന്ന് പ്രൊഡക്റ്റ് സൈഡിൽ ഒന്ന് 2 ഇട്ട് കൊടുക്കണം. ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാൻ. അതായത് ഞാനിപ്പോ ഈ ഒരു സൈഡിലാണ് 2 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ 2 ഹൈഡ്രജന് ബാധകമാണ്, ഹൈഡ്രജന്റെ ഈ 2 ബാധകമാണ്, ഓക്സിജന്റെ 1 ബാധകമാണ്. അപ്പൊ ചെയ്തു ഈ ഒരു 2 ഞാൻ എവിടേക്ക് വരികയാണെങ്കിൽ അപ്പൊ 2 × 2 എത്രടാ? ഹൈഡ്രജൻ ഉള്ള 2 × 2 എത്ര വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാണ്. യെസ്, ഈ 2 × 2 എത്രടാ? യെസ് 4 ആണ് സാർ. ആൻഡ് 2 × ഈ ഒരു 1 2 ആയിട്ട് കിട്ടും. അപ്പൊ ഇത്ര വരെ കിട്ടും. ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഇല്ല നേരത്തെ എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ പ്രൊഡക്റ്റ് സൈഡ് 4 എണ്ണം, അപ്പൊ റിയാക്ടിങ് സൈഡിൽ നമുക്ക് 4 എണ്ണം ആക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹൈഡ്രജൻ അവിടെ 2 ഇട്ട് കൊടുത്താൽ മതി സാറേ. അടിപൊളി. അപ്പൊ 4 ഇവിടെ എഴുതാം, ആൻഡ് ഇവിടെ 2 എഴുതാം. സോ എന്താണ്? ഇതാണ് എന്ത് ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇതാണ് എന്ത് ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള ഫുൾ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. സോ അടിപൊളിയാക്കാം. ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരാം. എന്താണെന്നറിയാം ചോദ്യം? ഒന്ന് ഹോംവർക്ക് അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് ഇത്. Mg+O is MgO 2MgO. ഓക്കെ, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാം? ഇതൊരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇതൊന്നും നിങ്ങൾ ബാലൻസ് ആക്കി കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ ഇത്ര കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം. ഇൻ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പൊ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. അപ്പൊ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാവർക്കും ബൈ.